Hello, good evening. Welcome to Behind the Whiteboard. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിൻ്റെ റിവിഷൻ സീരീസ് മൂന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ കമ്പനി ലോ 6th മൊഡ്യൂളായിട്ടുള്ള കമ്പനി ലോൻ്റെ പ്രധാനപ്പെട്ട PYQs ആയിട്ടുള്ള 50 MCQs ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ പറയുന്നു, A company is a legal entity separate from its members. This principle was established in. അപ്പോൾ ഏത് കേസിൻ്റെ ബേസിസിലാണ്? സലോമൻ വേഴ്സസ് സലോമൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിൻ്റെ ബേസിസിലാണ്. ദെൻ ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിലെ മിനിമം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, പ്രൈവറ്റ് ആസ് വെൽ ആസ് പബ്ലിക്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് 1, 2, 5, 7. മിനിമം മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 2. ആസ് വെൽ ആസ് പബ്ലിക് കമ്പനിയുടെ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3. മാക്സിമം മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി 50, 100, 200 അൺലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് 200 മെമ്പേഴ്സ് ആണ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പബ്ലിക് കമ്പനി. ഡയറക്ടേഴ്സ്, പബ്ലിക് കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ മിനിമം നമ്പർ വന്നിട്ട് 3 ആണ്. അതുപോലെ വിച്ച് ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് റൂൾസ് ഫോർ ഇന്റേണൽ മാനേജ്മെന്റ്. ഇന്റേണൽ മാനേജ്മെന്റ് റൂൾസ് എല്ലാം അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. നമുക്കറിയാം മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ മാനേജ്മെന്റ് ആൻഡ് AOA ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഡീൽസ് വിത്ത് ദ റൂൾസ് കണ്ടെയ്ൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ റൂൾസ് റിഗാർഡിംഗ് ഇന്റേണൽ മാനേജ്മെന്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇന്റേണൽ റൂളാണോ, എക്സ്റ്റേണൽ ലിമിറ്റ്സ് ഓഫ് എ കമ്പനിയാണോ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണോ, ഡയറക്ടർ ഡ്യൂട്ടീസിനെ പറ്റിയാണോ? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ലിമിറ്റ്സ് ഓഫ് എ കമ്പനി. അപ്പോൾ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പലതരം ക്ലോസസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെയും കണ്ടൻസ് എന്താണെന്നുള്ളത് വായിച്ചു വെച്ചേക്കണം. ദെൻ ആൾട്രേഷൻ ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ റിക്വയർസ്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാനായിട്ട് ബോർഡ് റെസൊല്യൂഷൻ ആണോ, ഓർഡിനറി റെസൊല്യൂഷൻ ആണോ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണോ, അതോ നോ അപ്രൂവൽ ആണോ? സോ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓൾട്രേഷൻ ഓഫ് MOA റിക്വസ്റ്റ്. തേർഡ് വൺ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഡോക്ട്രിൻ ഓഫ് അൾട്രാവൈറസ് മീൻസ് ബിയോണ്ട് പവേഴ്സ് എന്നാണ്. ഡോക്ട്രിൻ ഓഫ് അൾട്രാവൈറസ് എന്ന് പറയുന്നത് ബിയോണ്ട് പവേഴ്സ് എന്നാണ് ആൻസർ വരിക. Then article of association deal with. Article of association deal with objectives, capital, internal management, name clause. Article of association deal ചെയ്യുന്നത് internal management ആണ്. Which clause mentions registered office? Registered office mention ചെയ്യുന്ന clause ഏതാണ്? Name clause, object clause, situation clause, liability clause. ഏതാണ്? Situation clause ആണ് ആൻസർ ആയിട്ട് വരിക. Then ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ DIN ഇസ് ഇഷ്യൂഡ് ബൈ. ആരാണ് DIN ഇഷ്യൂ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, MCA ആണ് DIN ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ. ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ദെൻ കാഷ്വൽ വേക്കൻസി ഈസ് ഫിൽഡ് ബൈ ബോർഡ്. മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് 20 ആണ്. എ പേഴ്സൺ ക്യാൻ ഹോൾഡ് എ മാക്സിമം നമ്പർ ഓഫ് 20 ഡയറക്ടർഷിപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തേക്ക് പബ്ലിക് കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് 10 ആണ്. ദെൻ ഹൂ അപ്പോയിൻറ്റ്സ് അഡീഷണൽ ഡയറക്ടർ. അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡാണ്. ദെൻ ഓഡിറ്റ് കമ്മിറ്റി ഈസ് മാൻഡേറ്ററി ഫോർ ലിസ്റ്റഡ് കമ്പനീസ്. ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177 ആണ്. അത് മാൻഡേറ്ററി ആയിരിക്കുന്നത് ലിസ്റ്റഡ് കമ്പനീസിനാണ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും 3 ആണ്. മെജോറിറ്റി ഓഫ് ഓഡിറ്റ് കമ്മിറ്റി മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ മെജോറിറ്റി മെമ്പേഴ്സും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും. നോമിനേഷൻ കമ്മിറ്റി ഡീൽസ് വിത്ത് അപ്പോയിൻമെൻറ്റ്സ് ആണ്. CSR കമ്മിറ്റി ഈസ് റിക്വയർഡ് വെൻ പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ ത്രെഷ് ഹോൾഡ്. അപ്പോൾ അതിനൊരു ലിമിറ്റ് പറയുന്നുണ്ട് അവിടെ. CSR കമ്മിറ്റി എപ്പോഴാണ് റിക്വയർ ആയിട്ടുള്ളത്, എത്ര വരെ ആകാം, നെറ്റ്വർത്ത്, പ്രോഫിറ്റ്, ടേൺ ഓവർ എന്നൊക്കെ ഉള്ളത് നോക്കി വെക്കുക. ദെൻ ബോർഡ് മീറ്റിംഗ്സിൽ മിനിമം ബോർഡ് മീറ്റിംഗ്സ് ഇൻ എ ഇയർ വന്നിട്ട് 4 ആണ്. ഗ്യാപ്പ് ബിറ്റ്വീൻ 2 മീറ്റിംഗ്സ് ഷുഡ് നോട്ട് എക്സീഡ് 120 days. ക്വാറം ഫോർ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് 1/3 ആണ്. നോട്ടീസ് പീരീഡ് ഫോർ ബോർഡ് മീറ്റിംഗ് 7 ഡേയ്സിനുള്ളിൽ ബോർഡ് മീറ്റിംഗ് നോട്ടീസ് കൊടുത്തിരിക്കണം. ചെയർമാൻ ഓഫ് മീറ്റിംഗ് ഈസ് ഡയറക്ടർ. ബോർഡ് മീറ്റിംഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ദെൻ ആനുവൽ റിട്ടേൺ ഫൈൽഡ് വിത്ത്
registrar of companies. Financial statements include balance sheet, profit and loss, cash flow, all of the above. Financial statements പറയുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. Auditor appointment is done by, auditor appointment നടത്തുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. Then statutory audit is mandatory for, statutory audit കമ്പൽസറി ആയിട്ടുള്ളത് only public company, all company, only private company, LLP. Answer വന്നിട്ട് all companies. Statutory audit is mandatory for all companies. Directors report is signed by, directors report sign ചെയ്യുന്നത് ആരാണ്? Directors report is signed by board. Then winding up means closure. Voluntary winding up is initiated by shareholders ആണ് voluntary winding up. Compulsory winding up ആണെന്നുണ്ടെങ്കിൽ അത് NCLT ആയിരിക്കും. Then compulsory winding up is done by National Company Law Tribunal. Then official liquidator is appointed by, ആരാണ് official liquidator നെ അപ്പോയിന്റ് ചെയ്യുന്നത്? It is appointed by the tribunal. Insolvency leads to winding up. Financial statements must be approved by, ആരാണ് financial statements approve ചെയ്യേണ്ടത്? It must be approved by the board. Annual return is filed with the registrar of companies ആണ്. Annual return form വന്നിട്ട് MGT 7 ആണ്. Then financial statements filed using AOC 4. Financial statements ഫയൽ ചെയ്യുന്നത് AOC 4ഉം ആനുവൽ റിട്ടേൺ MGT 7ഉം ആണ്. ഓഡിറ്റർ റിപ്പോർട്ട് ഇസ് അഡ്രസ്ഡ് ടു, ഓഡിറ്റർ റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദെൻ ലിക്വിഡേഷൻ പ്രൊസീജിയറിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഫസ്റ്റ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെയാണ് ആദ്യം പേ ഓഫ് ചെയ്യുന്നത്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ആഫ്റ്റർ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ദെൻ ഡിസ്ക്ലോഷർ ഒക്കേഴ്സ് ആഫ്റ്റർ, ലിക്വിഡേഷന് ശേഷമാണ്. ദ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡിസൊല്യൂഷൻ. ഫൈനൽ ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ ആണ്. ഇനി കമ്പനി ലോൻ്റെ കുറച്ച് നമ്മളിപ്പോൾ കണ്ടത് ഫാക്ച്വലായിട്ട് സാധാരണ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അസോഷൻ റീസണിങ് ടൈപ്പിൽ കുറച്ച് കമ്പനി ലോ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, അസോഷൻ എ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. റീസൺ എ കമ്പനി ക്യാൻ ഓൺ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, അസേർഷൻ ആൻഡ് റീസൺ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. R is the correct explanation. A and R are true, but R is not the correct explanation. A is true, R is false. A is false, R is true. അപ്പോൾ അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ വിശദമായി പരിശോധിക്കുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം അസേർഷൻ എന്തായാലും കറക്റ്റ് ആണ്. കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ കമ്പനി ക്യാൻ ഓൺ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം എന്നുള്ളതും കറക്റ്റ് ആണ്. സോ ദ ആൻസർ വന്നിട്ട് റീസൺ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അസേർഷനും റീസണും true ആണ്. R is the correct explanation. Then second question, directors are considered trustees of the company. Directors manage company assets for the benefit of shareholders. തീർച്ചയായും ഡയറക്ടേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ട്രസ്റ്റീസ് ആൻഡ് ഏജൻറ്റ്സ് ഓഫ് എ കമ്പനി. ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, കമ്പനി അസറ്റ്സ് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. സോ രണ്ടും കറക്റ്റ് ആണ്. R is the correct explanation. Then both audit committee is mandatory for all companies. Audit committee ensures financial transparency. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി മാൻഡേറ്ററി ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓഡിറ്റ് കമ്മിറ്റി ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ കമ്പനീസ് അല്ല. ഓഡിറ്റ് കമ്മിറ്റി ഈസ് മാൻഡേറ്ററി ഫോർ ലിസ്റ്റഡ് കമ്പനീസ് ആണ്. അങ്ങനെയെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി എൻഷുർസ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എന്നുള്ളത് ട്രൂ ആണ്. സോ എ ഇസ് ഫുൾ ആൻഡ് ആർ ഇസ് ട്രൂ. ദെൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഇസ് ഇനിഷ്യേറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു വൈൻഡ് അപ്പ് ദി കമ്പനി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ് ആൻഡ് R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ദെൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് ബിഗിൻസ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നുള്ളത് കറക്റ്റ് ആയതുകൊണ്ട് ആൻസർ A ആണ്. ദെൻ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ഇന്റേണൽ റൂൾസ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഗവേൺ ഇന്റേണൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ കാണുമ്പോഴേ നമുക്കറിയാം മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് എക്സ്റ്റേണൽ ലിമിറ്റ്സ് ഓഫ് എ കമ്പനിയാണ്. അപ്പോൾ A ഈസ് ഫോൾസ് ആൻഡ് R ഇസ് ട്രൂ എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത്. ഇപ്പോൾ MOA ഡിഫൈൻസ് എക്സ്റ്റേണൽ സ്കോപ്പ് നോട്ട് ഇന്റേണൽ റൂൾസ്. അസേർഷൻ ഫോൾസും റീസൺ ട്രൂ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് കമ്പനി ലോയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു 50 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മൊഡ്യൂൾസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.